ഫ്ലോപ്പ് ആവുമെന്ന് വിചാരിച്ച സാധനം നല്ല സക്സസ് ആയിട്ട് കിട്ടിയതിൻ്റെ സന്തോഷമാണ് കേട്ടോ കാണുന്നത്. കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് കേട്ടോ വായിലിട്ട് അരിഞ്ഞു പോകുന്ന ടൈപ്പിലുള്ള ഈ ഒരു വൈറൽ പുഡിങ് ഉണ്ടാക്കണമെന്ന്. സംഭവം എന്തായാലും സക്സസ് ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം കേട്ടോ. ചൂടായ പാനിലേക്ക് നമ്മൾ അരക്കപ്പ് പഞ്ചസാര ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. മെൽറ്റാവുന്ന വരെ ഇളക്കൊന്നും വേണ്ട കേട്ടോ. ഇതുപോലെ ഒന്ന് മെൽറ്റായി തുടങ്ങുന്ന ടൈമിൽ മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ ഒരു ബ്രൗൺ കളറായി കിട്ടുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് ബേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിൽ കുഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ചുറ്റിച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ കട്ടായി പോകും. അങ്ങനെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തതിൻ്റെ ശേഷം അതൊന്ന് മാറ്റി വെക്കുക. പിന്നെ ഒരു 6 പീസ് ബ്രെഡ് എടുത്തിട്ട് മിക്സർ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നിൽക്കെ പൊട്ടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിൽ അരക്കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. പിന്നെ ഇതാ 1 ടീസ്പൂൺ വാനില എസൻസും 1 കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്തിട്ടുള്ള ആ ഒരു പാനിലേക്ക് ഇതുപോലെ അരിപ്പയിൽ കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിൽ കട്ടകളൊക്കെ ഒന്നുണ്ടെങ്കിൽ മാറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ സാധനം നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത് ഈ പാത്രം കൊള്ളുന്ന ടൈപ്പിലുള്ള ഏത് പാത്രം വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഈ ഒരു പാന് ഈ ഒരു ചട്ടിയിലാണ് കൊള്ളുന്നത്. അപ്പോൾ അതുകൊണ്ട് ചട്ടിയിൽ വെള്ളം വെച്ചിട്ട് അതിൽ അരമണിക്കൂറൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആവി ഏറ്റെടുത്താണ് കേട്ടോ. അതൊന്ന് ചൂടാറിയതിന് ശേഷം 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് കൂളാക്കണം കേട്ടോ. 1-2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സൈഡൊന്ന് എടുത്തിയെടുക്കാം. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ ഒന്ന് കമഴ്ത്തിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള കാരമൽ പുഡിങ് റെഡി ആയിട്ടുണ്ട്. സംഭവം ഉണ്ടാക്കാനൊന്നും ഒരു പണിയില്ല കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന സാധനമാണ്. വിചാരിച്ചതിനാട്ടി നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് അവർ ആ ഒരു എക്സ്പ്രഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ. പക്ഷെ സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഹൈപ്പിനുള്ള അത്ര ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. നിങ്ങളെന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടമായാലും ഇല്ലെങ്കിലും അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഞാൻ ഉണ്ടാക്കിയതിൻ്റെ കുഴപ്പമാണോ അത് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.